എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ എന്ന് പറയുന്നത് മുഴുവനായും എന്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. ഒരുപാട് ആൾക്കാര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഉദ്ധാരണ പ്രശ്നം. ഒരു 50 അല്ലെങ്കിൽ ഒരു 45 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ പ്രശ്നം ഇപ്പോഴത്തെ കാലത്ത് അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം മനസ്സിലാകാതെ പലരും വിഷമിക്കുന്നുണ്ട്. ഒരു ഡോക്ടറെ പോയി കാണാൻ അവർക്കൊരു മടിയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലായിരിക്കും. ഷുഗർ കാണുകയില്ല, പ്രഷർ കാണുകയില്ല, അല്ലെങ്കിൽ ഒരു അസുഖവും ഇല്ലാതെ തന്നെ അവർക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു കാര്യം ജീവിതത്തിൽ വളരെ കാലം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ ചെറുപ്പം മുതൽ കൗമാരപ്രായം മുതൽ ഞാൻ സ്വയംഭോഗത്തിന് അടിമയായിരുന്നു. ഞാൻ മുമ്പ് എന്റെ ഈ ചാനലിന്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വയംഭോഗത്തിൽ PhD എടുത്ത ഞാൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അത്രയ്ക്ക് സ്വയംഭോഗത്തിന്റെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു 10 മിനിറ്റിൽ മാക്സിമം നിർത്താൻ ഞാൻ ശ്രമിക്കാം. ചെറുപ്പകാലം തൊട്ടേ സ്വയംഭോഗത്തിന് ഒരു അടിമയായിരുന്നു. നല്ല രീതിയിൽ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. ദിവസം ഒരു 3, 4, 5 തവണയൊക്കെ സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ തളർച്ചയിൽ കിടന്നുറങ്ങുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം. കൗമാരപ്രായം കഴിഞ്ഞ് വന്നപ്പോഴും മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. സിഗരറ്റ് വലിയില്ല, അതുപോലെ മദ്യപാനമില്ല, വേറെ ഒരു ദുശീലവും ഇല്ലായിരുന്നു. സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ആയിരുന്നു എന്റെ ദുശീലം. അതെന്റെ ദുശീലമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അതൊരു ദുശീലമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സുഖം ആയിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം, എന്റെ ഒരു പ്രൈവസി കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ സ്വയംഭോഗത്തിന് വേണ്ടി എന്റെ സമയം ചെലവഴിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലിന്റെ ആ ഒരു സ്വകാര്യതയൊന്നും അന്നൊന്നും ഇല്ലായിരുന്നു. അന്ന് കൗമാരപ്രായത്തിലുള്ളവര് ഈ ലൈംഗിക കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചകളും അല്ലെങ്കിൽ കഥകളും ഒക്കെ കേട്ടും ഇരുന്നത് കൊച്ചു പുസ്തകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെയാണ്. 80കളിലൊക്കെ ജനിച്ചവർക്കൊക്കെ അറിയാം, 80-90 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ കാസറ്റ് പ്ലെയറിന്റെ ആ ഒരു കാലഘട്ടമായി. വീഡിയോ ഷോപ്പിൽ നിന്നും ബ്ലൂ ഫിലിം വാങ്ങുക, ആരും കാണാതെ അത് വാങ്ങി കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കാണുന്ന ഒരു കാലഘട്ടം. അതുപോലെ ഈ മുത്തുജിപ്പി പോലെയുള്ള കൊച്ചു പുസ്തകങ്ങളായാലും ഡെബണയർ എന്നൊക്കെ പറഞ്ഞ അന്നൊരു മാഗസീനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടുകാര് ഒരാൾ തന്ന് ഒരാൾക്ക് കൈമാറി, അങ്ങനെ കൈമാറി കണ്ട ഒരു കാലഘട്ടം. അന്നും ഇതൊക്കെ കണ്ട് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ കാലം കടന്നുപോയി. വിവാഹപ്രായമായി. മനസ്സിലിണങ്ങിയ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ ആ ഒരു ജീവിതത്തിലൊരു പുതിയ അനുഭവമാണല്ലോ. ഇത്രയും നാളും വീഡിയോയിലൂടെയും അല്ലെങ്കിൽ അശ്ലീല മാഗസിനിലൂടെയൊക്കെ അനുഭവിച്ച ലൈംഗിക സുഖം നേരിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ആദ്യം കുറച്ചു നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇത്രയും നാളും അടക്കി വെച്ച വികാരങ്ങളെല്ലാം പുറത്തെടുത്ത് അങ്ങനെ കുറച്ചു നാൾ മുന്നോട്ട് പോയി. ആ സമയങ്ങളിൽ ഞാൻ സ്വയംഭോഗത്തിൽ നിന്ന് വിട്ടു നിന്നായിരുന്നു. വിവാഹം കഴിഞ്ഞ ആ കുറച്ചു നാൾ അധികം താമസിക്കാതെ തന്നെ ഭാര്യ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും എന്റെ ലൈംഗിക വികാരം ഉണർന്നു. കാരണം അത് ശുക്ലം പുറത്തേക്ക് പോവുക എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സ്വയംഭോഗത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു. ഭാര്യ അടുത്തില്ലാത്ത സമയത്ത് പോലും സ്വയംഭോഗം ചെയ്തുകൊണ്ടിരുന്നു. വിവാഹത്തിനൊക്കെ ശേഷം പിന്നെ മൊബൈലിലായി കാഴ്ചയൊക്കെ. അതിനു മുമ്പ് പഠനകാലത്തും ഒക്കെ മൊബൈൽ ഇല്ലായിരുന്നു. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാസറ്റ് പ്ലെയർ ഒക്കെ TV-യിലിട്ട് കാണാൻ പറ്റുള്ളായിരുന്നു, വീട്ടിൽ ആളില്ലാത്ത സമയത്തും ഒക്കെ. അപ്പം ഈ മൊബൈൽ കയ്യിൽ വന്നതോടെ ആ ഒരു 6 ഇഞ്ച് സ്ക്രീനിൽ ലോകം തന്നെ നമ്മുടെ കയ്യിലെത്തിയ ആ ഒരു അവസ്ഥയിലായി. അപ്പൊ എന്തും സ്വകാര്യമായി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായി. അപ്പം കൂടുതൽ സൗകര്യമായി. അങ്ങനെ വിവാഹശേഷവും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, വിവാഹത്തിന്റെ തുടക്ക നാളുകളിൽ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ പതുക്കെ ഉദ്ധാരണ പ്രശ്നം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അത് ഞാൻ കാര്യമാക്കിയില്ല. ഫോർപ്ലേയിലൂടെ ഭാര്യയ്ക്കുള്ള സന്തോഷം ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈംഗിക ബന്ധം വഴി പലപ്പോഴും ഒരു സുഖം കിട്ടിയിരുന്നില്ല.
എല്ലാം കഴിഞ്ഞ് കാര്യത്തിലേക്ക് കിടക്കാറാകുമ്പോഴത്തേന് ലിംഗത്തിന്റെ ഉദ്ധാരണം പെട്ടെന്ന് പോകുന്നു. അതുവരെ ലിംഗം ഉത്തേജിച്ച് നിൽക്കും. ഫോർപ്ലേ ചെയ്യുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർപ്ലേ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലിംഗം നന്നായിട്ട് ഉദ്ധരിച്ചു നിൽക്കും. പക്ഷേ യോനി ലിംഗബന്ധം ആകുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേന് ലിംഗത്തിന്റെ ഉദ്ധാരണം പോകും. കോണ്ടം ഇട്ട് ചെയ്യേണ്ട അവസരങ്ങളിൽ പോലും കോണ്ടം ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ ലിംഗത്തിന്റെ ബലം കുറഞ്ഞു പോകുന്നു. കോണ്ടം കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ലിംഗത്തിന്റെ ബലം കുറഞ്ഞു പോകുന്നു. അപ്പൊ അതെന്നെ നല്ല രീതിയിൽ നിരാശനാക്കി. എന്റെ മനസ്സിലെ ചിന്ത, അയ്യോ അത് ഭാര്യ എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ എനിക്ക് ഉദ്ധാരണമില്ല എന്നുള്ളൊരു ആ ഒരു ചിന്ത അവൾക്ക് ഉണ്ടാവുമോ, അങ്ങനെയുള്ള ടെൻഷനും മനസ്സിൽ കയറി. ഞാൻ സ്വയംഭോഗം ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാറില്ല. നല്ല രീതിയിൽ അത് എത്ര സമയം വേണേലും നീട്ടിക്കൊണ്ടുപോയി നല്ല രീതിയിൽ അത് ആ ഒരു ഉത്തേജനം ലിംഗത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. സ്വയംഭോഗത്തിനൊരു അഡിക്റ്റ് ആയിരുന്നു ഞാൻ. ഭാര്യയായിട്ടുള്ള ആ ഒരു ലൈംഗിക ബന്ധത്തിൽ പോലും സ്വയംഭോഗത്തിന്റെ അത്രയും സുഖം എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ല രീതിയിൽ ബന്ധപ്പെട്ട സമയത്ത് പോലും സ്വയംഭോഗത്തിന്റെ അത്രയും ആ ഒരു സുഖം എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് യാദൃച്ഛികമായി ഒരു ടോപ്പിക് എനിക്ക് കാണാനിടയായത്. ഉദ്ധാരണ പ്രശ്നം, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അമിതമായിട്ടുള്ള പോൺ വീഡിയോ കാണൽ, അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്വയംഭോഗവുമാണ്. പോൺ വീഡിയോ കണ്ട് അതിൽ അഡിക്റ്റ് ആകുന്നവർക്ക്, അല്ലെങ്കിൽ പോൺ കാര്യങ്ങൾ കണ്ട്, അത് ഇപ്പം മാഗസീനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വീഡിയോ ആണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും നടത്താത്തോണ്ടായിരിക്കും അന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും കണ്ടില്ല. വർഷങ്ങൾ പിന്നെയും പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ വായിക്കാൻ ഇടയായത്. ഇത് കണ്ടതിന് ശേഷവും എന്റെ ഇത്രയും വർഷത്തെ ആ ഒരു അഡിക്ഷൻ കാരണം അത് പൂർണ്ണമായി ഈ സ്വയംഭോഗം നിർത്തുക എന്നുള്ളത് എനിക്ക് അന്നേരം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഈ സിഗരറ്റ് വലി, ഡ്രഗ്സ്, അതുപോലെ മദ്യപാനം, ഇതുപോലെയൊക്കെ തന്നെയാണ് ഈ സ്വയംഭോഗ അഡിക്ഷനും എന്ന് ഞാൻ ആ ടോപ്പിക്കിൽ വായിച്ചു. നമുക്ക് വേറെ ഒരു ദുശീലങ്ങളില്ലെങ്കിലും ഇതൊരു ദുശീലമാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ആ ഒരു ടോപ്പിക്കിലൂടെയാണ്. എന്നിട്ട് പോലും എന്റെ ഇത്രയും നാളത്തെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് എനിക്ക് മാറാൻ അതിനുശേഷവും സാധിച്ചില്ല. പിന്നീടും ഇതേപോലെ സ്വയംഭോഗ സമയത്ത് ഒരു കുഴപ്പവുമില്ല, ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന സമയമാകുമ്പോഴത്തേന് പെട്ടെന്ന് ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാകുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുന്നു. ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മളുടെ മൈൻഡ് സ്വയംഭോഗത്തിലേക്ക് അങ്ങ് സെറ്റായി എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഭാര്യയായിട്ട് ചെയ്യുമ്പോൾ പോലും മനസ്സ് സ്വയംഭോഗം മതി, അതിലാണ് നിനക്ക് കൂടുതൽ ആനന്ദം എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടു. അന്ന് ആ ടോപ്പിക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ ഡോക്ടറും പറയുന്നു. ആ ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് 2 വർഷമേ ആയുള്ളൂ. അതിനുശേഷം എന്റെ മനസ്സിൽ കുറെ ചിന്തകൾ വന്നു. ഇതായിരിക്കും എന്റെ പ്രശ്നം. കാരണം എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ, അങ്ങനത്തെ വേറെ ഒരു പ്രശ്നവും ഇല്ല. പ്രത്യേകിച്ച് നല്ല രീതിയിൽ ലൈംഗിക താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് ഒറ്റ ദോഷം മാത്രമേ ഉള്ളൂ, അമിതമായിട്ട് പോൺ വീഡിയോ കാണുക, സ്വയംഭോഗം ചെയ്യുക. അതിനകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങ് പതിഞ്ഞു കിടക്കുക. വ്യത്യസ്തമായിട്ടുള്ള രീതികള്, പൊസിഷൻ, ഇതൊക്കെ ഒരു പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ആ പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലെയൊക്കെ ഒരു ഇൻഡസ്ട്രി പോലെയാണെന്നൊക്കെ ഉള്ളതല്ല എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിൽ ലൈംഗിക ബന്ധ സമയത്ത് പോലും അതാണ് നല്ലതെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ സെറ്റായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്റെ പങ്കാളിയായിട്ട് നല്ല രീതിയിൽ ലൈംഗിക ബന്ധം ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. ബാക്കി ഫോർപ്ലേയിലൂടെയൊക്കെ നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഇരുവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പോലും യോനിലിംഗ ബന്ധത്തിൽ ഞാനൊരു പരാജിതനായിരുന്നു. ഇതേ സെയിം അനുഭവം ഉള്ള ഒരുപാട് പേര് കാണും. ഞാൻ പറയുന്നത് ഒരു 50 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 45 വയസ്സിൽ താഴെയുള്ളവരിൽ ഉള്ള ഈ ഉദ്ധാരണ പ്രശ്നത്തെ കുറിച്ചാണ്. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പോൺ വീഡിയോ കാഴ്ചയാണ്. അത് നിങ്ങൾ എന്ന് നിർത്തുന്നോ, എന്റെ അനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, അത് നിങ്ങൾ എന്ന് നിർത്തുന്നോ അന്ന് നിങ്ങളുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും, ശീഘ്രസ്ഖലനം മാറും, വിഷാദമുണ്ടെങ്കിൽ അതും മാറും. ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. എന്റെ ഒരു തുറന്നു പറച്ചിലാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഈ ഡോക്ടറുടെ വീഡിയോയും കണ്ടതോടെ ഞാൻ പിന്നെ അതേക്കുറിച്ച് ഒരുപാട് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. ഒരുപാട് റിസർച്ചിന്റെ റിസൾട്ട് എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിലെല്ലാം ഈ ഉദ്ധാരണ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് പ്രധാനമായി പറയുന്നത് ഈ പോൺ കാഴ്ചയിലെ പ്രശ്നമാണ്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പതുക്കെ ഇതിന്റെ അളവ് കുറച്ചു. ആഴ്ചയിൽ 3 നായി
ആഴ്ചയിൽ ഒന്നായി, പിന്നെ അത് ഈ 2 വർഷം കൊണ്ട് നിയന്ത്രണ വിധേയമായി പങ്കാളിയായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് മാത്രം എന്റെ ലൈംഗിക ജീവിതം മാറി. അതുമൂലം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മാനസികമായി ഞാൻ കൂടുതൽ സ്ട്രോങ് ആയി, ഉദാഹരണ പ്രശ്നം മാറി, ശീഘ്രസ്ഖലനം മാറി, വിഷാദത്തിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു, അത് മാറി. 1 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. മനസ്സിനെ പല രീതിയിലേക്ക് ഞാൻ വഴിതിരിച്ചു വിട്ടു. വ്യായാമവും അതുപോലെ ധ്യാനവും ശീലമാക്കി. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ തേടി. ഒറ്റയ്ക്കിരിക്കുന്നത് ഒഴിവാക്കി, വെബ്സൈറ്റുകൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്നതെല്ലാം മാറ്റി, ഫോണില് പോൺ വീഡിയോയുടെ ബ്ലോക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ആ ഒരു കാര്യം ഞാൻ നേടിയെടുത്തു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് നോഫാപ്പ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ ഗ്രൂപ്പ് വരെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ നോഫാപ്പ് കമ്മ്യൂണിറ്റി. അങ്ങനെ നോഫാപ്പിന്റെ പ്രയോജനങ്ങൾ, ഇത്ര ദിവസം നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്നൊക്കെ നോക്കി യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്, പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് സിഗരറ്റും മദ്യപാനവും അതുപോലെ മറ്റു ദുശീലങ്ങൾ പോലെ തന്നെ ഒരു ദുശീലമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ പോലെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അതിന് തയ്യാറെടുക്കുക. ഞാൻ ഗ്യാരണ്ടി 1 മാസം കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം വരും. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഈ ഉദാഹരണ പ്രശ്നം പല രീതികൾ കൊണ്ടുണ്ടാകാം. ഞാൻ പ്രത്യേകം വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് മറ്റ് രോഗാവസ്ഥകളൊന്നും ഇല്ലെങ്കിലുള്ള ഉദാഹരണ പ്രശ്നത്തെയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രമേഹം നല്ല രീതിയിലുണ്ടെങ്കിൽ അത് ഉദാഹരണ പ്രശ്നത്തിന് വഴിയൊരുക്കും. അതിന് ഈ ഒരു പോൺ വീഡിയോ ഒഴിവാക്കിക്കൊണ്ട് മാത്രം മാറില്ല, പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തണം. അപ്പൊ ഷുഗറിന്റെ പ്രശ്നമുള്ളവരൊക്കെ അതിന് ട്രീറ്റ്മെന്റ് നേടുക. കൂടെ പോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതും മാറ്റുക. അപ്പൊ എന്റെ ജീവിതാനുഭവമാണ് ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചത്. 10 മിനിറ്റിൽ പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അനുഭവങ്ങളാണല്ലോ, പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓർത്തു വന്നു. അതുകൊണ്ട് നിങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള അറിവുകൾക്കും മറ്ററിവുകൾക്കുമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.